ഹലോ, നമ്മൾ പീസ് ലില്ലിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പീസ് ലില്ലിയുടെ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൻ്റെ വളർച്ച ആകെ മുരടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് ഗ്രോത്ത് ടോട്ടലി സ്റ്റാൻഡേർഡായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ലീഫ് നോക്കുകയാണെങ്കിൽ തന്നെ ലീഫിൽ യെല്ലോ കളേഴ്സ് ആണെങ്കിലും ലീഫിൽ ഒരുപാട് ലൈൻസും, അപ്പോൾ അത് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണണ്ടോയെന്ന് അറിയില്ല, ഒരുപാട് ലൈൻസും ഡോട്ട്സും ഒക്കെ ഉണ്ട് ഈ ലീവ്സിൽ. അതുപോലെ വരുന്ന ലീവ്സൊക്കെ ഇങ്ങനെ കുരുടിച്ചിട്ടുള്ള ലീഫ് വരുന്ന പോലെയാണ് വരുന്നത്. ഈ പ്ലാന്റിൻ്റെ വളർച്ച എന്താണ് ഇങ്ങനെ ആവണമെന്നുള്ളത് എനിക്ക് കറക്റ്റ് റീസൺ അറിയില്ല. ഈ പ്ലാന്റ് ഈ പോട്ടിലോട്ട് നട്ടതിന് ശേഷം അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോവുണ്ടായി. എന്താ ഉണങ്ങിപ്പോവാനുള്ള റീസണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണങ്ങിപ്പോയപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ പോട്ടി മിക്സ് ചേഞ്ച് ചെയ്തു. അതുപോലെ ഇത് പറിച്ചിട്ട് എൻ്റെ എല്ലാ റൂട്ടും കട്ട് ചെയ്ത് എല്ലാ ലീവ്സും കട്ട് ചെയ്തിട്ട് വീണ്ടും നട്ടു കൊടുത്തു. അതേപോലെ പോട്ട് ഞാൻ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിൽ നട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പുതിയ ലീവ്സൊക്കെ ഇതിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്നു വന്നു. എന്താ ഇപ്പോൾ വീണ്ടും ഇതിൽ വാടുന്നില്ല, പക്ഷേ വരുന്ന ലീഫിനാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണത്. അപ്പോൾ ഞാൻ വിചാരിക്കണം ഇതിനെ വേറെ ചട്ടിയിലോട്ട് നട്ട് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ഫുള്ളിങ്ങനെ എടുക്കുകയാണ് ചെയ്യണത്. ഞാൻ നനച്ച് കൊടുക്കണില്ല. നനച്ച് കൊടുക്കണ നമുക്ക് ഇത്തിരി ഈസി ആയിട്ട് ഇത് പറിച്ചെടുക്കാനായിട്ട് പറ്റും. നനച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിങ്ങനെ പറിച്ചെടുക്കാനായിട്ട്. ഞാൻ നനയ്ക്കാത്തത് എന്താണെന്നുണ്ടെങ്കിൽ നനച്ച് കഴിഞ്ഞാൽ ഈ മണ്ണെല്ലാം ഈ റൂട്ടിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും അടിയിൽ വല്ല ഫംഗസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് നോക്കുന്നത്. പ്ലാന്റ് ഇതാ നമ്മൾ ഇതേപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് റൂട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വളർച്ച മുരടിക്കാനുള്ളൊരു കാരണം ഈ റൂട്ട് കൂടുതലായിട്ട് വന്നിട്ട് റൂട്ടിനെ മൂവ് ചെയ്യാനുള്ളൊരു സ്പേസ് ആ ഒരു പോട്ടിലില്ല. അതൊരു ചെറിയത് ആയിട്ടുള്ളൊരു പോട്ടാണ്, അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഈ റൂട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലൂടെ വലിയൊരു പോട്ടിൽ നടാന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരും. നല്ല പോട്ടി മിക്സ് ആഡ് ചെയ്യുക. അതേപോലെ പോട്ടി മിക്സിൽ കുറച്ച് ഫെർട്ടിലൈസറും ഒക്കെ ആഡ് ചെയ്തിട്ട് നടാന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു 3 പ്ലാന്റാക്കി ഡിവൈഡ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഇതേപോലെ അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ലീഫ് മാത്രം പൊട്ടിപ്പോരാണ്ട് വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കിഴങ്ങ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ആ കിഴങ്ങും റൂട്ടും വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കാൻ. അങ്ങനെ എടുത്തിട്ട് ഇതാ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പോർഷനാണ് നമുക്കാണെങ്കിൽ അതിൻ്റെ ഒരു മദർ പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ കുഴിച്ചിടാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുതിയ ലീവ്സ് വന്നിട്ട് ഇതൊരു ന്യൂ പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ റൂട്ടൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. ഈ റൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിത് പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ റൂട്ടൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നട്ട് കൊടുക്കാം. നടാൻ വേണ്ടിയിട്ട് ആ പോട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ അതിലുണ്ടായിരുന്ന ആ സെയിം പോട്ടി മിക്സ് വീണ്ടും ഇതിലോട്ട് ഫില്ല് ചെയ്തു. നമുക്ക് ഇതേപോലെ ഇത് ഇങ്ങനെ നട്ട് കൊടുക്കാം. നട്ട് കൊടുക്കുമ്പോൾ മുകളിലത്തെ ഭാഗം മണ്ണിൻ്റെ ഇടയിൽ പോകാണ്ട് ശ്രദ്ധിക്കണം. ഇതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് പുതിയ ലീവ്സൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് നമുക്കൊരു ന്യൂ പ്ലാന്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള 3 പീസസാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിനി നട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്കിനി നട്ട് കൊടുക്കാം. നമ്മളിതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് തോന്നും. ആ ഒരു ഏരിയ എന്തായാലും ഇതുണ്ടായിരിക്കണം. അല്ലാണ്ട് ലീഫ് മാത്രം നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വളരില്ല. അപ്പോൾ ഇത് റൂട്ട് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ റൂട്ട് ഇതേപോലെ ട്രിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റൂട്ട്സ് എല്ലാം നല്ല രീതിക്ക് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടി മിക്സ് എടുക്കാം. ആദ്യം ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചാണകപ്പൊടിയിലോട്ട്
സാധാ പറമ്പിലൊക്കെയുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്. മണ്ണെടുക്കുമ്പോൾ കുറച്ച് മണലോട് കൂടിയിട്ടുള്ള മണ്ണ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഊർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണ് വേണം എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് ചെടി ചീഞ്ഞു പോകും. അപ്പോൾ ഈ ചാണകപ്പൊടി മണ്ണും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചാണകപ്പൊടി എടുത്ത അതേ സെയിം അളവ് തന്നെയാണ് മണ്ണും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പോട്ടിലാണ് നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് കുഞ്ഞ് നഴ്സറി പോട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോട്ടുകളാണ്. ഇതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് പ്ലാന്റ് വലുതാകുമ്പോൾ ഇതിൽ നിന്ന് റീപോർട്ട് ചെയ്യും, പിന്നെ വീണ്ടും ഇതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന പോട്ടുകളാണ്. ഇതിലോട്ട് എല്ലാത്തിലും ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. ഇനി ഓരോ ചെടികളെടുത്തിട്ട് ഈ പോട്ടിലോട്ട് നമുക്ക് നട്ടു കൊടുക്കാം. പ്ലാന്റ്സ് എല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം നനച്ച് കൊടുക്കാം. ഇനി ഈ പ്ലാന്റ് നമ്മൾ കുറച്ച് ദിവസം തണലത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഈ പ്ലാന്റ് അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്ത് ആവുന്ന സമയത്ത് നമുക്കിത് റീപോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്